ഇപ്പോൾ ശ്രീ പഴകുളം മധു കോൺഗ്രസ് നേതാവ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പഴകുളം മധു, ഭഗവാന്റെ സ്വത്ത് എന്നാണ് ശബരിമലയിലെ ദേവസ്വ സ്വത്തിനെ നിക്ഷേപിക്കുന്നത്. ഭഗവാന്റെ സ്വത്താകെ കൊള്ളയടി നടന്നോ എന്ന സംശയമൊക്കെ സ്വാഭാവികമാണ്. ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അവിടെ എന്ത് സംഭവിച്ചോ എന്താണ് അങ്ങേക്കുൾപ്പെടെ മനസ്സിലാകുന്നത്? ഈ ഭഗവാന്റെ വിഗ്രഹം ക്ഷേത്രങ്ങളിൽ കയറി മോഷിച്ചുകൊണ്ട് പോകുന്ന കള്ളന്മാരില്ലേ, അവർക്ക് എന്താണ് പ്രശ്നം? അവർക്ക് ഭഗവാനെ വിശ്വാസമില്ല. അതുപോലെയാണ് ദേവസ്വം ബോർഡിനെ ഇപ്പൊ ഭരിക്കുന്നവർക്കും ദേവസ്വം വകുപ്പിനെ ഭരിക്കുന്നവർക്കും. ഇവർക്കാർക്കും ദൈവത്തെ വിശ്വാസമില്ല. അതുകൊണ്ട് ശബരിമലയിലെ എന്ത് മോഷിച്ചുകൊണ്ട് പോയാലും സർക്കാരൊന്നും കുലുങ്ങുന്നില്ലല്ലോ. ഒരു അഭിപ്രായം പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതിനെ പറഞ്ഞിട്ടില്ല. ഇത്ര ഗുരുതരമായ പ്രശ്നം ഉണ്ടായിട്ട് ദേവസ്വം മന്ത്രിക്ക് എന്താണ് പറയാനുള്ളത്? 1998 സ്വർണ്ണ പാളികൾ പൊതിഞ്ഞ എന്ന് മാതൃഭൂമി പത്രം ഇന്ന് പുറത്തുവിട്ട ഞെട്ടിക്കുന്ന വാർത്ത. സത്യത്തിൽ അവിടെ എന്തെല്ലാമാണ് നടക്കുന്നത് എന്നത് അതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ആ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക വിഗ്രഹങ്ങളും അതുപോലെയുള്ള അതിന്റെ അമ്പലത്തിന്റെ ശ്രീകോവിലും എല്ലാം പിന്നീട് എപ്പോഴാണ് ചെമ്പായത്? എപ്പോഴാണ് പിന്നെ അവിടെ സ്വർണം പൂശേണ്ടി വന്നത്? സ്വർണ്ണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞാൽ പിന്നെ അതിൽ സ്വർണം പൂശേണ്ട കാര്യമില്ല. ചെമ്പിലാണ് സ്വർണം പൂശുന്നത്. അപ്പൊ 1998 സ്വർണ്ണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞ സ്ഥാനത്ത് പിന്നെ വീണ്ടും അട്ടിമറി നടന്നിരിക്കുന്നു, ഒന്നുകിൽ മോഷണം നടന്നിരിക്കുന്നു, എന്തെല്ലാമോ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇവിടെ വലിയ കുഴപ്പങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള ഈ പ്രശ്നങ്ങളെല്ലാം വളരെ ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. ഇതെല്ലാം സംഭവിച്ചുകൊണ്ട് പരോക്ഷമായും പ്രത്യക്ഷമായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ തന്റെ കാലത്തല്ല, ഗൗരവമായ അന്വേഷണം വേണം. 1998 സ്വർണ്ണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞു എന്ന കാര്യവും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥിരീകരിക്കുന്നു. പക്ഷേ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്കിരിക്കുന്ന വിഷയമല്ലേ, അതുകൊണ്ട് കോടതി അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കട്ടെ എന്താണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്? ആ ഒരു കോടതിയുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ മാത്രം മതിയോ ഈ ഗൗരവതരമായ വിഷയത്തിൽ? സർക്കാരിനും ദേവസ്വം ബോർഡിനും ഒക്കെ കുറെ കൂടി വലിയ റോളില്ലേ? ദേവസ്വം ബോർഡിന്റെ കൈകൾ ആരും കെട്ടിയിട്ടില്ല. ഒരു കോടതിയും പറഞ്ഞിട്ടില്ല ശബരിമലയിലോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ക്ഷേത്രങ്ങളിൽ ഒരു ക്രമക്കേട് നടന്നാൽ പരിശോധിക്കരുത്, നടപടിയെടുക്കരുതെന്ന്. ഏത് കോടതിയാണ് ദേവസ്വം ബോർഡിന്റെ കൈ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൈ വിലക്കിയിട്ടുള്ളത്? ഏത് കോടതിയാണ്? ഇത്തരം ഞെട്ടിക്കുന്ന, ഇത്തരം അത്ഭുതപ്പെടുത്തുന്ന, കേരളത്തിലെ ഭക്തലക്ഷങ്ങളെ മാത്രമല്ല സാധാരണ ജനങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുന്ന വലിയ കൊള്ളകളുടെ കഥകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ, എനിക്ക് തോന്നുന്ന ഒരു പങ്കുമില്ല, ഞാനൊരു പാവം, ഞാൻ വന്നതിന് ശേഷമല്ല ഇത് നടന്നിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം നോക്കത്തുള്ളൂ. അതിന് മുമ്പ് നടന്ന കൊള്ളകൾ, മോഷണങ്ങൾ പിടിക്കപ്പെട്ടാൽ തെളിവുകൾ സഹിതം പുറത്തു വന്നാൽ അത് എന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല. ഈ രാഷ്ട്രീയ യജമാനന്മാർ പറയാതെ ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് ഒരു വാക്ക് പുറത്തു പറയണമെങ്കിൽ, ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയോ CPM പാർട്ടിയോ പറയണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, CPM പാർട്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ചലിക്കാനോ പ്രവർത്തിക്കാനോ അനുമതി കൊടുക്കുന്നില്ലെന്ന് വേണം കരുതാൻ. അവർക്ക് താല്പര്യമില്ല. അപ്പൊ അതിലെന്താണ് അതിന്റെ പിന്നിലുള്ളത്? ഇന്നത്തെ ഗവൺമെന്റിനോ ദേവസ്വം ബോർഡിനോ ഇത്തരം കാര്യങ്ങളിൽ ഒരു പങ്കുമില്ലെങ്കിൽ എന്തുകൊണ്ട് ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള അന്വേഷണം നടത്താൻ തയ്യാറാകുന്നില്ല? എനിക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭ്യർത്ഥിക്കാനുള്ളത്, കേരള ഹൈക്കോടതി നേരിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെടണം. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ ഒരു സമഗ്രമായ അന്വേഷണം വേണം. അതിനാവശ്യമായിട്ടുള്ള സാങ്കേതിക വിദഗ്ധന്മാരെ ഹൈക്കോടതി തന്നെ പാനലുണ്ടാക്കി കർശനമായ നിരീക്ഷണത്തിൽ ഒരു അന്വേഷണം നടത്തിയില്ലെങ്കിൽ ആ അന്വേഷണ പരിധിയിൽ ആ കാലത്ത് ഇതിലെ കുറ്റവാളികളായ ഈ സമയത്തൊക്കെ ഇതിന് ഉത്തരവാദിത്വം വഹിച്ച മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തണം. ഒരാളെ പോലും ഇനി ശബരിമല ക്ഷേത്രത്തിനെ അതിഗൗരവതരമായ സാഹചര്യമാണ്, അതിഗൗരവതരമായ അന്വേഷണം അനിവാര്യമായി വരികയാണ്.